നമുക്കിനി പോകേണ്ടത് ചാലിയാർ തീരത്തേക്കാണ്. അവിടെ മറ്റൊരു പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. ചാലിയാറിൻ്റെ കൈവഴിയായ ചെറുപുഴയിലെ വെള്ളത്തിൻ്റെ നിറം മാറിയിരിക്കുന്നു. അത് വലിയ ആശങ്കയാണ് അവിടുത്തുകാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ ബ്രിഡ്ജിന് താഴെ സ്ഥാപിച്ച റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതോടെയാണ് ഈ നിറം മാറ്റം അവിടെ വർദ്ധിച്ചിരിക്കുന്നത്. നിരവധി കുടിവെള്ള സ്രോതസ്സുകളും ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്ന ഇടം കൂടി അതിനാൽ ഈ ആശങ്ക കൂടുന്നുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളത്തിൻ്റെ നിറം മാറ്റത്തിൽ പഠനം വേണമെന്നുകൂടി പുടിയോരത്ത് താമസിക്കുന്നവർ ആവശ്യപ്പെടുന്നു. 2 ആഴ്ച മുൻപാണ് ചെറുപുഴയിലെ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. പിന്നീട് ഈ നിറവ്യത്യാസം വർദ്ധിച്ചു വന്നു. വലിയ ആശങ്കയിലാണ് പുഴയോരത്ത് താമസിക്കുന്നവരും ആ പ്രദേശത്തുള്ള ആളുകളും. പുഴയിലെ ജലനിരപ്പിന് മുകളിൽ പാട കെട്ടിയതുപോലെയാണ് നിറവ്യത്യാസം. ആദ്യം പച്ച നിറമായിരുന്നു, പിന്നീട് ചുവപ്പും കടും മഞ്ഞ നിറവുമായി. ചാലിയാറിനു കുറുകെ ഊർക്കടവിൽ ബ്രിഡ്ജിന് താഴെ സ്ഥാപിച്ച റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതോടെയാണ് നിറം മാറ്റത്തിന്റെ തീവ്രത കൂടിയത്. ഈ ചാലിയാർ പുഴയ്ക്ക് താഴെയായിട്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ട്. ആ റെഗുലേറ്റർ കം ബ്രിഡ്ജ് താത്തിയത് കാരണം ഈ വെള്ളം എല്ലാം ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ഇത് ചാലിയാറിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി ജലസേചന പദ്ധതികളുള്ള ഈ സ്ഥലത്തെ ജലസേചന പദ്ധതിയെയും അതുപോലെ ഈ പുഴയെ ആശ്രയിച്ച് കുളിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകൾക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഒട്ടനവധി നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും അതുപോലെ ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും നമ്മൾ വിവരം അറിയിച്ചിരുന്നെങ്കിൽ പോലും ആരും തന്നെ ഇതിന് ഒരു പോംവഴി കാണുന്നില്ല. നിരവധി കുടിവെള്ള സ്രോതസ്സുകളും ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട്. കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന ഭാഗങ്ങളിലുള്ളവരെല്ലാം ചെറുപുഴയിലെ ഇത്തരം ജലസ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഇവരെല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. കുളിക്കുന്നതിനും അലക്കുന്നതിനുമെല്ലാം ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ചെറുപുഴയിലെ വെള്ളത്തിന് ഇങ്ങനെയൊരു നിറമാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ പഠനം നടത്തണമെന്നാണ് ആവശ്യം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും വേനൽക്കാലമാണ്, ഒരുപാട് പേർ കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറുപുഴയിലെ ജലസ്രോതസ്സുകളെ ഒരുപാട് പേർ ആശ്രയിക്കുന്നുമുണ്ട്. ഈ വെള്ളത്തിന്റെ നിറവ്യത്യാസം കണ്ടതോടെ അതിൽ ഒരുപാട് പേർ വലിയ ആശങ്കയിലാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. ഇത് വെള്ളം വളരെ മോശമായ രീതിയിലാണ് കാണപ്പെടുന്നത്. ഒരു ചുവപ്പ് നിറം, പിന്നെ ഇടയ്ക്കൊരു പച്ച നിറം, പിന്നെ ഒരു ചുവപ്പ് നിറം, ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ ഒരാഴ്ചകളായി. അപ്പോൾ എല്ലാവരും വളരെ ഭീതിയിലാണ് ഇവിടെ ഇറങ്ങാനും കുളിക്കാനൊക്കെ. ഇപ്പോൾ ഇറങ്ങി കുളിക്കുന്നവർക്ക് ചൊറിച്ചിൽ വരെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പ്രയാസത്തിലാണ് ഇപ്പോൾ എല്ലാവരും പ്രദേശവാസികളെല്ലാവരും. ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുഴ എന്നുള്ളത്. അപ്പോൾ അതെന്താണ് ഇത്തരമൊരു വ്യതിയാനത്തിനുള്ള കാരണം എന്ന് ഒന്ന് കണ്ടെത്തി പരിശോധിക്കുക ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആവശ്യം. കാരണം ഇത് ശുദ്ധജലം ഉൾപ്പെടെയുള്ള ഒരുപാട് മനുഷ്യൻ്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ അത് പിന്നെ വളരെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ഹാനികരമായ ഒന്നും ഈ വെള്ളത്തിലില്ല എന്നുള്ളത് പിന്നെ ഒന്ന് പരിശോധനയോടെ തെളിയിക്കപ്പെട്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്രദമായിരിക്കും, ഉപകാരപ്രദമായിരിക്കും. പുഴയിൽ നമ്മളെ വീട്ടുകാരെല്ലാവരും അലക്കാൻ ഇറങ്ങലുണ്ട്. അലക്കാൻ ഇറങ്ങുമ്പോൾ അവർക്കിപ്പോൾ ചൊറിച്ചിലുള്ളത് കൊണ്ട് ഇപ്പോൾ പുഴയിൽ ഇറങ്ങലില്ല. പിന്നെ ഞങ്ങൾ വർഷങ്ങളോളമായിട്ട് തന്നെ ഈ പുഴ ആശ്രയിച്ച് തന്നെ ഞങ്ങൾ ജീവിക്കാറ്. ഞങ്ങൾ എല്ലാം കുടിവെള്ളം ഇല്ലാത്തതൊക്കെ നമ്മൾ ഈ പുഴയിൽ തന്നെ ചെയ്യൽ. അപ്പോൾ അതാണ് അവിടുത്തുകാർ പറയുന്നത്. ഒരുപാട് പ്രേക്ഷകരുടെ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ ഒരു രശ്മി അയ്യപ്പൻകുട്ടി എന്ന് പറയുന്ന പ്രേക്ഷകർ പറയുന്നു, ഞാൻ 15 വർഷം അവിടെ താമസിച്ചതാണ്, എനിക്ക് തോന്നുന്നു ഏലൂരിലാണ്, അവിടെ താമസിച്ചതാണ്. പെരിയാറിലെ വെള്ളത്തിൽ കാല് വെച്ചാൽ പോലും ചൊറിയും എന്നാണ് രശ്മി അയ്യപ്പൻകുട്ടി പറയുന്നത്. അങ്ങനെ ഒരുപാട് പേർ പറയുന്നു. ആതിര മുക്കം പറയുന്നു, മറൈൻ ഡ്രൈവിൽ പോയാൽ ഇരിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്, ചെറായി ബീച്ചിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതുപോലെ ഈ ജലസ്രോതസ്സുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് റിപ്പോർട്ടുകൾ കാണുമ്പോൾ. ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ പെരിയാറിലെയും ചാലിയാറിലെയും പ്രശ്നമാണ്. അതല്ലാതെയും മറ്റിടങ്ങളിലൊക്കെ അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമ്മുടെ പ്രേക്ഷകരും പങ്കുവെക്കുന്നവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ.